ഈ വർഷം ഒക്ടോബർ മാസം നടന്ന മിസ്റ്റർ ഒളിമ്പ്യ ക്ലാസിക് ഫിസിക്കിൽ എപ്പോഴും പോലെ തന്നെ ഫസ്റ്റ് പ്രൈസ് നേടിയതിനു ശേഷം ക്രിസ് ബംസ്റ്റഡ് എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് സ്വന്തം റിട്ടയർമെന്റ് ഓൺ സ്റ്റേജ് തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. 1995 ക്രിസ് ബംസ്റ്റഡ് ജനിച്ചത്. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വെറും 29 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഇത് മാത്രമല്ല, കഴിഞ്ഞ 6 വർഷമായി കണ്ടിന്യൂസ്ലി അദ്ദേഹം മിസ്റ്റർ ഒളിമ്പ്യ ക്ലാസിക് ജയിച്ചു വരുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇനി 2 പ്രാവശ്യം കൂടി അദ്ദേഹം അഥവാ മിസ്റ്റർ ഒളിമ്പ്യ ക്ലാസിക് ജയിക്കുവാണ് എന്നുണ്ടെങ്കിൽ അത് ലീ ഹാനി അല്ലെങ്കിൽ റോണി കോൾമാൻ പോലുള്ള ലെജൻസിൻ്റെ റെക്കോർഡായ 8 മിസ്റ്റർ ഒളിമ്പ്യ കണ്ടിന്യൂസ് വിൻ ചെയ്തു എന്നുള്ള ആ ഒരു റെക്കോർഡും അദ്ദേഹത്തിന് സ്വന്തമായിരുന്നു. എന്നാൽ ഇതിനെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ഓൺ സ്റ്റേജിൽ റിട്ടയർമെൻറ്റ് അറിയിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഇത്ര ഏർലി ഏജിൽ ക്രിസ് ബംസ്റ്റഡ് റിട്ടയർമെൻറ്റ് തിരഞ്ഞെടുത്തത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറയുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയുടെ വിഷയം. But why? The coefficient of linear expansion is the position of the hemoglobin in the atmosphere. But why? ഇതൊരു ഒപ്പീനിയൻ ബേസ്ഡ് വീഡിയോ ആണ്. എന്നാലും ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന പല കാര്യങ്ങളും സയൻറ്റിഫിക് ടേംസ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ അവയുടെ പഠനങ്ങളും തെളിവുകളും സോഴ്സസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നതായിരിക്കും. അഥവാ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിലൂടെ ഒന്ന് കടന്നു പോകാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. മിസ്റ്റർ ഒളിമ്പ്യ ക്ലാസിക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ക്രിസ് ബംസ്റ്റഡ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് വാദിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ 6 മിസ്റ്റർ ഒളിമ്പ്യ കണ്ടിന്യൂസ്ലി അദ്ദേഹം ജയിച്ചു വരുന്നുമുണ്ട്. എന്നിട്ടും കൂടി സ്വന്തം കരിയറിലെ പ്രോബ്ലി ബെസ്റ്റ് ഫിസിക് ഉണ്ടാവുന്ന ഒരു സമയത്ത് അദ്ദേഹം റിട്ടയർമെൻറ്റ് തിരഞ്ഞെടുക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന് പ്രോബ്ലി 2 റീസൺസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ആ റീസൺസിനെ 2 ബ്രോഡ് സെക്ഷനായി നമുക്ക് തിരിക്കാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇതിലെ ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസാണ്. അദ്ദേഹം സ്വന്തം യൂട്യൂബ് ചാനലിലാണ് എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മറ്റ് പല ഇൻ്റർവ്യൂസിലാണ് എന്നുണ്ടെങ്കിലും ഓപ്പണായി സ്വന്തം കിഡ്നിക്കുള്ള പ്രോബ്ലംസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. I don't know if I'd be bodybuilding ever again because I literally didn't know what I was expecting to hear. ഇതിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് ഫോക്കൽ സെഗ്മെന്റൽ ഗ്ലോമറുലോസ്ക്ലെറോസിസ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനെ കുറിച്ചാണ്. ഇതിനെ ഷോർട്ടായി FSGS എന്ന് വിളിക്കാറുണ്ട്. ഇത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ്. അപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടത് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂൺ സിസ്റ്റം സ്വന്തം ഓർഗൻസിനെയോ അല്ലെങ്കിൽ ടിഷ്യൂസിനെയോ ബൈ മിസ്റ്റേക്ക് അറ്റാക്ക് ചെയ്യുന്ന ഒരു കണ്ടീഷനെയാണ് പറയാറുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ എത്തുന്ന ഫോറിൻ ഇൻവേഡേഴ്സ്, അതായത് പാത്തജൻസോ അതായത് വൈറസോ ബാക്ടീരിയയോ ഒക്കെ വരുവാണ് എന്നുണ്ടെങ്കിൽ അവരുടെ അറ്റാക്കിനെതിരെ നമ്മുടെ ബോഡീനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. എന്നാൽ ഈ സിസ്റ്റത്തിന് പലപ്പോഴും ഈ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ ഉള്ള ആൾക്കാർക്ക് സ്വന്തം ടിഷ്യൂസിനെയും അതേപോലെ ഫോറിൻ ടിഷ്യൂസിനെയും തമ്മിൽ തിരിച്ചറിയാനുള്ള ഒരു കഴിവ് നഷ്ടപ്പെടാറാണ് ഉള്ളത്. ഇത് കാരണം തന്നെ പലപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ടിഷ്യൂസിനെയോ ഓർഗൻസിനെയോ ഈ ഇമ്മ്യൂൺ സിസ്റ്റം കയറി അറ്റാക്ക് ചെയ്യാറുണ്ട്. അതിനെയാണ് നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇതിനെ വളരെ കോമൺലി അറിയപ്പെടുന്ന ചില കണ്ടീഷൻസ് പറയണമെന്നുണ്ടെങ്കിൽ ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ റുമറ്റോയ്ഡ് ആർത്തറൈറ്റിസ് എന്ന് പറയുന്നതോ ഒക്കെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ്. ഒരുപക്ഷെ നിങ്ങളെല്ലാവരും അലോപേഷ്യ എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അതും ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ തന്നെയാണ്. FSGSലോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇത് കിഡ്നീനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ്. ഇതുള്ളവർക്ക് കിഡ്നിയിൽ സ്കാർ ടിഷ്യൂ ഫോം ചെയ്യുകയും അത് കാരണം തന്നെ കിഡ്നിയുടെ ഫ്ലൂയിഡ്സിൽ നിന്നും വേസ്റ്റ് കളയാനുള്ള എബിലിറ്റി അത് നഷ്ടപ്പെടുത്താറുമാണ് ഉള്ളത്. ഈ കണ്ടീഷൻ ഉള്ളവർക്ക് മൂത്രവിസർജനത്തിൽ പ്രോട്ടീൻ ലീക്കേജ് ഉണ്ടാവാറുണ്ട് എന്നും ഇതിനെ മെഡിക്കലി പ്രോട്ടീൻ യൂറിയ എന്നാണ് വിളിക്കാറുള്ളത് എന്നും കൂടിയാണ് ഈ പഠനം പറയുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഇത് ലോങ് ടേമിൽ എക്സിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും അത് ക്രോണിക് കിഡ്നി ഫെയിലിയറിലോട്ട് എത്തിക്കാറുണ്ട് എന്നും കൂടിയാണ് ആ പഠനം പറയുന്നത്. FSGS വന്നു കഴിഞ്ഞാൽ അത് ബോഡി ബിൽഡിങ്ങിൽ എങ്ങനെ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ബ്രോഡ്ലി 3 കാര്യങ്ങളെ കുറിച്ച് പറയാവുന്നതാണ്. ഇതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് പ്രോട്ടീൻ ഇൻടേക്ക് ആണ്. ഈ വിഷയത്തിനെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന മുന്നേ തന്നെ ആദ്യമായിട്ട് ഞാൻ ഒരു കാര്യം ക്ലിയർ ചെയ്തോളട്ടെ. ആഡിക്വേറ്റ് അമൗണ്ടിലോ അല്ലെങ്കിൽ റിക്വയർഡ് അമൗണ്ടിനേക്കാൾ കുറച്ച് കൂടുതലോ ഒക്കെ പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ പോലും ഒരു നോർമൽ മനുഷ്യന് ഒന്നും സംഭവിക്കാറില്ല എന്നാണ് 2017 പുറത്തു വന്ന ഈ പഠനമടക്കം പല പഠനങ്ങളും തെളിയിച്ചിട്ടുള്ളത്. എന്നാൽ കിഡ്നി പ്രശ്നം ഉള്ളവർക്ക് പലപ്പോഴും കൂടുതൽ പ്രോട്ടീൻ ഇൻടേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് പ്രശ്നങ്ങളിലോട്ട് ലീഡ് ചെയ്യാറുണ്ട് എന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ബോഡി ബിൽഡേഴ്സിന് നോർമൽ മനുഷ്യനെ കമ്പയർ ചെയ്യുമ്പോൾ പ്രോട്ടീൻ ഇൻടേക്ക് എന്ന് പറയുന്നത് ഒത്തിരി അധികം ഹൈ ആയിട്ടാണ് വരാറുള്ളത്. ഇത് പലപ്പോഴും FSGSനെ വേഴ്സൺ ചെയ്യാറുണ്ട്. കാരണം ഈ എടുക്കുന്ന പ്രോട്ടീനെ ഫിൽട്ടർ ചെയ്യുക എന്ന് പറയുന്നത് കിഡ്നിയുടെ ഒരു ഫംഗ്ഷനും കൂടിയാണ്. ഇതുകൊണ്ട് തന്നെ പ്രോട്ടീൻ ഇൻടേക്ക് കൺട്രോൾ ചെയ്യേണ്ടത് FSGS ഉള്ളവർക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്.
പ്രോട്ടീൻ ഇൻടേക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ബോഡി ബിൽഡിങ്ങിലോട്ട് വന്നു കഴിഞ്ഞാൽ രണ്ടാമതായി FSGS പ്രശ്നം ഉണ്ടാക്കാറുള്ളത് ഡീഹൈഡ്രേഷൻ ഉള്ളപ്പോഴാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, സ്റ്റേജിൽ പോകുമ്പോൾ ഒരു ബോഡി ബിൽഡർ പലപ്പോഴും വാട്ടർ കട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ഇൻറ്റൻസ് ഡീഹൈഡ്രേഷൻ പലപ്പോഴും അവർ ചെയ്യാറുണ്ട്. ഇങ്ങനെ ഇൻറ്റൻസ് ആയി ഡീഹൈഡ്രേഷൻ ചെയ്തു കഴിഞ്ഞാൽ അത് കിഡ്നിയുടെ സ്ട്രെസ് കൂട്ടാറുണ്ട് എന്നും ഇത് പ്രത്യേകിച്ച് FSGS ഉള്ള ഒരാൾക്ക് അത് വളരെയധികം നെഗറ്റീവും ആവാറുണ്ട് എന്നുമാണ് ഈ പഠനം പറയുന്നത്. ഇത് രണ്ടും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ FSGSന് ബോഡി ബിൽഡിങ്ങിലോട്ട് വന്നു കഴിഞ്ഞാൽ മൂന്നാമതായുള്ള പ്രശ്നം എന്ന് പറയുന്നത് ആനബോളിക് സ്റ്റെറോയിഡ് യൂസേജ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രൊഫഷണലി കമ്പീറ്റ് ചെയ്യുന്ന എല്ലാ ബോഡി ബിൽഡേഴ്സും പലപ്പോഴും ആനബോളിക് ആൻഡ് ആൻഡ്രോജനിക് സ്റ്റെറോയിഡ് എടുക്കാറുണ്ട് എന്നുള്ള കാര്യം. ഇത് എടുത്തു കഴിഞ്ഞാൽ അത് ബ്ലഡ് പ്രഷറിനെ കൂട്ടുകയും അങ്ങനെ ബ്ലഡ് പ്രഷർ കൂടുമ്പോൾ അത് കിഡ്നിയിൽ കൂടുതൽ സ്ട്രെസ്സും വരുത്താറുണ്ട് എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ക്രിസ് ബംസ്റ്റഡ് പോലെയുള്ള ഒരു ഗ്ലോബൽ സെലിബ്രിറ്റി ആനബോളിക് സ്റ്റെറോയിഡ്സ് യൂസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതൊരു പ്രൊഫഷണൽ ഡോക്ടറിന്റെ സൂപ്പർവിഷനിലായിരിക്കും അവർ ചെയ്യുന്നത്. ഇതുകൊണ്ട് തന്നെ ഹൈ ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞ ഒരു പ്രോബ്ലം അദ്ദേഹത്തിന് ഫേസ് ചെയ്യേണ്ടി വരേണ്ട ആവശ്യം പലപ്പോഴും ഉണ്ടാവാറില്ല. എന്നാലും ആനബോളിക് സ്റ്റെറോയിഡ് യൂസേജ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കിഡ്നിയിൽ ഒരുപാട് സ്ട്രെസ് വരുത്താറുണ്ട്. അപ്പോൾ ഞാനീ പറഞ്ഞ 3 കാര്യങ്ങൾ, അതായത് ഇൻക്രീസ്ഡ് പ്രോട്ടീൻ ഇൻടേക്ക്, അതേപോലെ തന്നെ ഡീഹൈഡ്രേഷൻ, മാത്രമല്ല ആനബോളിക് സ്റ്റെറോയിഡ് യൂസേജ്, ഈ 3 കാര്യങ്ങളും FSGS ഉള്ളവർക്ക് തീർച്ചയായിട്ടും കൺട്രോൾ ചെയ്യേണ്ടി വരും. മാത്രമല്ല FSGS ഉള്ളവർക്ക് പലപ്പോഴും സ്ട്രിക്റ്റ് മെഡിക്കൽ സൂപ്പർവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ ഡയറ്ററി ചേഞ്ച് വരുത്തേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് പോലുള്ള കാര്യങ്ങൾ കഴിച്ച് അത് കൺട്രോളിൽ വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ സ്വന്തം ലൈഫ് സ്റ്റൈൽ തന്നെ ചേഞ്ച് ചെയ്യേണ്ട ഒരു പർട്ടിക്കുലർ കിഡ്നി കണ്ടീഷൻ വന്നതുകൊണ്ടാണ് ക്രിസ് ബംസ്റ്റഡ് ഏർലി റിട്ടയർമെൻറ്റ് എടുത്തു എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് തിയറി. ഇനി ക്രിസ് ബംസ്റ്റഡ് ഏർലി റിട്ടയർമെൻറ്റ് എടുക്കാനുള്ള രണ്ടാമത്തെ റീസൺ എന്താണ് എന്നുള്ള എൻ്റെ തിയറി ഞാൻ പറയാം. അതിന് ഒരൊറ്റ ആളാണ് കാരണം. അയാളുടെ പേര് എന്ന് പറയുന്നത് മൈക്ക് സമ്മർഫീൽഡ് എന്നുള്ള ആളാണ്. ഈ വർഷത്തെ മിസ്റ്റർ ഒളിമ്പിയ ക്ലാസിക് ഫിസിക്സ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും, ക്രിസ് ബംസ്റ്റഡും മൈക്ക് സമ്മർഫീൽഡും തമ്മിൽ ഒരു വളരെ ടൈറ്റ് കോമ്പറ്റീഷൻ ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 5 ജഡ്ജസ് ഉണ്ടായിരുന്നത് 4 പേർ ക്രിസ് ബംസ്റ്റഡിനാണ് വോട്ട് ചെയ്തതെന്നുണ്ടെങ്കിലും അതിൽ ഒരാൾ മൈക്ക് സമ്മർഫീൽഡിന് വേണ്ടിയിട്ടായിരുന്നു വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഒരുപക്ഷെ ക്രിസ് ബംസ്റ്റഡിനെ കഴിഞ്ഞ 6 വർഷത്തെ മിസ്റ്റർ ഒളിമ്പിയയിൽ ഏറ്റവും ആദ്യമായിട്ടായിരിക്കണം ഒരു ജഡ്ജ് ക്രിസ് ബംസ്റ്റഡിന് വോട്ട് ചെയ്യാതെ പകരം വേറൊരാൾക്ക് വോട്ട് ചെയ്യുന്നത്. ഇതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കോമ്പറ്റീഷൻ ടൈറ്റായി വരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ കൂടിയാണ്. നമ്മുടെ ജീവിതത്തിലെല്ലാം മുകളിൽ പോയാൽ താഴെ വരാത്ത ഒരൊറ്റ കാര്യമല്ലേ ഉള്ളൂ. ഈ ലോകത്ത് മുകളിലേക്ക് പോയാൽ താഴേക്ക് വരാത്ത ഒരൊറ്റ സാധനമേ ഉള്ളൂ. അതെന്താണെന്നറിയോ? അറിയാം, റോക്കറ്റ് അല്ലേ? മഴയാണോ? അത് നമ്മുടെ പ്രായം എന്നുള്ളതാണ്. ക്രിസ് ബംസ്റ്റഡിന്റെ പ്രായവും കൂടി വരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ടെസ്റ്റോസ്റ്ററോൺ ലെവൽസ് കുറഞ്ഞാണ് വരുന്നത്. ഇതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അടുത്ത വർഷമോ അല്ലെങ്കിൽ അതിന്റെ അടുത്ത വർഷമോ ഇന്ന് കമ്പീറ്റ് ചെയ്ത പോലെ അദ്ദേഹത്തിന് ഒരിക്കലും കമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള റിയലൈസേഷൻ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഉണ്ടായി കാണണം. മൈക്ക് സമ്മർഫീൽഡ് എന്ന് പറയുന്നത് ക്രിസ് ബംസ്റ്റഡിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം ഒരു യങ് കാൻഡിഡേറ്റ് ആണ്. അപ്പോൾ ഫ്യൂച്ചറിൽ യങ്ങർ കാൻഡിഡേറ്റ്സുമായി കമ്പീറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടും ആലോചിച്ചുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ക്രിസ് ബംസ്റ്റഡ് ഏർലി റിട്ടയർമെന്റ് എടുത്തത് എന്നുള്ളതാണ് എൻ്റെ രണ്ടാമത്തെ തിയറി. ഇതിനെല്ലാം പുറമെ FSGSന്റെ കൂടെ തന്നെ അദ്ദേഹത്തിന് IgA നെഫ്രോപ്പത്തി എന്ന് പറഞ്ഞ ഒരു കിഡ്നി പ്രോബ്ലം കൂടി ഉണ്ട് എന്നാണ് പല ആൾക്കാരും ഇന്റർനെറ്റിൽ പറയുന്നത്. ഓവറോളായി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അദ്ദേഹം ഏജ് കാരണം ഒരു സ്റ്റിഫ് കോമ്പറ്റീഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഏർലി റിട്ടയർമെൻറ്റ് എടുത്തത്, അതോ അദ്ദേഹത്തിൻ്റെ കിഡ്നി പ്രോബ്ലംസ് കൊണ്ടാണോ അദ്ദേഹം റിട്ടയർമെൻറ്റ് എടുത്തത് എന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമൻസിൽ എഴുതുക. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു ഷോർട്ട് കരിയർ ആയിരുന്നു, അതേപോലെ തന്നെ ഏർലി ഏജിൽ റിട്ടയർമെൻറ്റ് എടുത്തു എന്നുണ്ടെങ്കിലും ഒരു ഗ്ലോറിയസ് കരിയർ കഴിഞ്ഞാണ് അദ്ദേഹം റിട്ടയർമെൻറ്റ് എടുത്തിട്ടുള്ളത്. മാത്രമല്ല അദ്ദേഹം ഇപ്പോഴും ബോഡി ബിൽഡിംഗ് പെർസ്യൂ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട്, ലക്ഷക്കണക്കിന് ആൾക്കാരെ അദ്ദേഹം ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. അത് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോ നിർത്താം. WWE റെസ്ലറായ ജോൺ സീന നാറ്റി ആണോ അല്ലയോ എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ പറയാം, നിങ്ങളുടെ ആവറേജ് മല്ലു ഫിറ്റ് ഗായ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.